Please. Silence, please. ഇവരൊരു കാണാൻ മര്യാദ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണോ? ഒരു മര്യാദ മനസ്സിലാവട്ടെ. മര്യാദ ഇങ്ങോട്ട് മാറ്റി ഒന്ന് സൈലന്റ് ജോലി നേടി ഗൾഫിലേക്ക് പോകാനോ ആവശ്യമില്ല. ബോച്ചെ പാർട്ട്ണറായിട്ട് ബോച്ചെട്ടി നമ്മുടെ ചായപ്പൊടിയുടെ റീറ്റെയിൽ ഹോൾസെയിൽ കച്ചവടം കടയിട്ട് കൊടുത്തിട്ട് അത് നോക്കി സ്വസ്ഥമായിട്ട് ഉമ്മേനെ നോക്കി ജീവിക്കാം. അതിനുവേണ്ടി അടുത്ത ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ. കാരണം രക്ഷപ്പെടുത്തി ഇനി കഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഈ വരുന്ന 15-ാം തീയതി ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് വെച്ചിരിക്കുകയാണ്. അന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് അതിൽ നിന്ന് അബ്ദുറഹീമിന് കട വെച്ച് കൊടുക്കുക എന്നതാണ് ദൗത്യം. ബാക്കി പൈസ ഉണ്ടെങ്കിൽ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചെയ്യാം. കാരണം 15-ാം തീയതി ഞാൻ ഓൾറെഡി ചലഞ്ച് വെച്ചു. ആ 1 കോടി രൂപ ഞാൻ കൊടുത്തു. അതിന് പുറമെ ഒരു 4-5 കോടി കുറവ് വരുന്നുള്ളൊരു ധാരണ വന്നപ്പോഴാണ് അത് വെച്ചത്. പക്ഷെ അതിന്റെ കുറവ് വന്നില്ല. അപ്പൊ ആ പൈസ ഞാൻ എടുക്കുന്നില്ല. ഞാൻ വാക്ക് പറഞ്ഞ ആ ചലഞ്ച് ബോച്ചെട്ടി ചലഞ്ച് എടുത്തിട്ട് മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു കടയിട്ട് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതിന്റെ പ്രോത്സാഹനമായിട്ട് ആ ബോച്ചെട്ടി 40 രൂപയ്ക്ക് വാങ്ങുമ്പോൾ എല്ലാവരും വാങ്ങണം. നിങ്ങൾക്ക് വാങ്ങുമ്പോൾ നഷ്ടമില്ല. നിങ്ങൾക്ക് ബോച്ചെട്ടിയും കിട്ടും. അതിനൊപ്പം ഡെയിലി ഒരു റാഫിൽ ഡ്രോ കൂപ്പണും കിട്ടും. ഡെയിലി രാത്രി 10:30 നറുക്കെടുപ്പ്. ആ നറുക്കെടുപ്പില് ദിവസേന ഒരാൾക്ക് ഭാഗ്യവാന് 10 ലക്ഷം 15,000 പേർക്ക് ക്യാഷ് പ്രൈസും കിട്ടും. അത്രയും പ്രമോഷൻ അതിനുണ്ട്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ടീ വാങ്ങും. അത്രയും സെയിൽസ് പ്രമോഷനാണ്. bocchetti.com അതിന്റെ റിസൾട്ട് ഡെയിലി ഉണ്ടാവും. ബോച്ചെട്ടി സോഷ്യൽ മീഡിയയിലും ഉണ്ടാവും. അപ്പൊ അത്രയും സെയിൽസ് പ്രമോഷനോടുകൂടിയുള്ളതാണ്. അതുകൊണ്ട് വലിയൊരു സംഖ്യ 15-ാം തീയതി ബോച്ചെട്ടി ചാലഞ്ചിൽ കിട്ടും. അത് ഇതിനും നമുക്ക് മറ്റുള്ളവരുമായി ചേർന്ന് ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് പേടിക്കേണ്ട. നമ്മളൊക്കെ കൂടെ അബ്ദുറഹീമിനെ ഇവിടെ ജീവനോടെ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഉമ്മയുടെ ഇപ്പോഴും 50% ഉള്ളൂ. ആ മുഖം ഒന്ന് ചിരിക്കുന്ന കാണണം. സുഖമില്ലാണ്ടാണ്. അപ്പൊ ഇന്ന് വരണമെന്ന് പ്രതീക്ഷയല്ല. ഇവരെ കൂടെ തന്നെ പൊക്കി കൊണ്ടുവന്നതാണ്. അബ്ദുറഹീമിനെ കൊണ്ടുവരാനുള്ള ഉദ്ദേശമായിരുന്നു. ഞങ്ങളൊക്കെ കൂടെ അബ്ദുറഹീമിനെ കൊണ്ടുവരും. തീർച്ചയായിട്ടും വന്നിരിക്കും. കാരണം ഈ നാട്ടുകാർക്ക് ഇത്രയും നന്ദിയും സ്നേഹവും ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെ അനുഭവം ഞാൻ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനം കഴിഞ്ഞ പിന്നെ ഒരാളെയും കാണില്ല. ഇത്രയും പേര് ഉറപ്പൊളിച്ച് ഈ റോഡ് ഇത്രയും ബ്ലോക്കായിട്ട് ഇത്രയും പേര് ഇവിടെ, അതാണ് ഈ നാട്. അതെനിക്ക് ഞാൻ വരണോന്ന് വെച്ച് സംശയിച്ച് നിൽക്കാറുണ്ട്. Thank you.